ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷ വിചിന്തനം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുന്നു. നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നു ഭവനത്തിലെത്തിയപ്പോൾ നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാർ നികുതി പിരിക്കുന്നത് അവരുടെ മക്കളിൽ നിന്നോ അന്യരിൽ നിന്നോ. ശിഷ്യന്മാരുടെ ഉത്തരം അന്യരിൽ നിന്ന്. അപ്പോൾ ഈശോ പറയുന്നു, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെതാണ് ഈ സൃഷ്ടി, പ്രപഞ്ചം എല്ലാം അവിടുത്തെ കരവേലയാണ്. എങ്കിലും മനുഷ്യർ നികുതിയെക്കുറിച്ചുള്ള ഒരു കലപില കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ പറയുന്നു, നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിന്നൊരു നാണയം നിനക്ക് ലഭിക്കും. അത് കൊണ്ടുപോയി നികുതി കൊടുക്കുക. എല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുന്ന ദൈവമാണ്. എല്ലാം നന്നായി ക്രമീകരിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ആ ക്രമത്തിന് മാറ്റം വരുത്താതിരിക്കുക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ. ദൈവത്തിനൊരു കൃത്യതയുണ്ട്. ആ കൃത്യതയിലാണ് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ കൃത്യതയുടെ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ഒരു വിഷമമോ പ്രയാസവും ഇല്ലാത്തവണ്ണം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുമ്പോൾ നമ്മൾ നികുതി പിരിവിനെക്കുറിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെ ഓഹരി തന്നെയാണ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിതമാകുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമശാലികളായിരിക്കുക. കാരണം പീഡകളിലൂടെ, മർദ്ദനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് തന്നവന് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ മഹത്വം പാടേണ്ടത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.